ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ടത് അസം സ്വദേശി നൂറുൽ ഹുസൈൻ. ഇയാളെ പ്രതികൾ ഓടിച്ചിട്ട് പിടികൂടി റൂമിലെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു. നൂറിലിനൊപ്പം മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നതായാണ് സംശയം. ഇക്കാര്യം പരിശോധിച്ച് വരികയാണെന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. അബ്ദുൾ, അങ്ങനെ കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ? സന, നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് പ്രതികളുടെ റൂമിലേക്ക് എത്തിയ നൂറിനെയും അതോടൊപ്പം തന്നെ ഇയാൾക്കൊപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നത് സംശയിക്കുന്നുണ്ട്. അയാളെക്കുറിച്ച് പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ്. ഈ മുറിയിലെത്തിയതിനു ശേഷം ഇവരുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഇവർ ഓടിച്ചിട്ട് നൂറിനെയും അതോടൊപ്പം നൂറുൽ ഹുസൈനെയും അതോടൊപ്പം തന്നെ പ്പെടുന്ന ആളെയും ഇവർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. ഇതിൽ നൂറിനെ മാത്രമാണ് ഇവർക്ക് കയ്യിൽ കിട്ടിയത്. അങ്ങനെ ഇയാളെ റൂമിലേക്ക് കൊണ്ടുവരികയും റൂമിലിട്ട് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയുമായിരുന്നു. ഈ മർദ്ദനത്തിനിടയിലാണ് നൂറുൽ ഹുസൈൻ മരണപ്പെട്ടത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിക്രൂരമായ മർദ്ദനമാണ് നൂറിന് ഏറ്റത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും നൂറിനൊപ്പം ഉണ്ടായിരുന്ന ആളെ കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാൾ നിലവിൽ രക്ഷപ്പെട്ടതായാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാളെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മരണപ്പെട്ട ആളുടെ മൃതദേഹം നിലവിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അസം സ്വദേശിയാണ് മരിച്ചത്. അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.